നമസ്കാരം പ്രിയമുള്ളവരെ. പണ്ടൊക്കെ മലയാള സിനിമയിൽ ഒരു ക്ലീശ ഉണ്ടായിരുന്നു. വിളക്ക് കത്തിച്ചുകൊണ്ടാണ് മിക്ക സിനിമകളും ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഭയങ്കര മാറ്റങ്ങൾ സംഭവിച്ചു. എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് സിനിമ തുടങ്ങുന്നത് കഞ്ചാവ് കത്തിച്ചുകൊണ്ടാണ്. എല്ലാവർക്കും പുതിയൊരു ഫിലിം റിവ്യൂയിലേക്ക് ഹാർദവമായ സ്വാഗതം. പുഴു സംവിധായിക രത്തിന സംവിധാനം ചെയ്ത മറ്റൊരു ഫിലിമാണ് പാതിരാത്രി. ഇതൊരു പോലീസ് സ്റ്റോറിയാണ്. നവ്യ നായരെ കൂടാതെ സൗബിൻ, സണ്ണി വെയിൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, ആനഗസ്റ്റി തുടങ്ങി നല്ല ഒരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. കുമളിയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ ചിത്രം അതുകൊണ്ട് തന്നെ പ്രകൃതി രമണീയത കൊണ്ട് വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. നല്ലൊരു പോലീസ് സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. നമ്മുടെ അഭിനവ ദാമ്പത്യ ജീവിതവുമായി അല്ലെങ്കിൽ കുടുംബ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ കഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന ചില സംഭവവികാസങ്ങളുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല സംഭാഷണങ്ങൾ നമ്മളുടെ ഈ സിനിമയിൽ, ഈ തിരക്കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. നായിക പ്രാധാന്യമുള്ള നവ്യ നായരുടെ നിരവധി സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇതും ആ ഗണത്തിൽ പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ്. എന്നാൽ സൗബിൻ നവ്യ ജോഡി എന്തുകൊണ്ടോ ഒന്ന് മാച്ചാകാൻ ബുദ്ധിമുട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സംവിധാനത്തിലെ ചില പോരായ്മകൾ. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് രാത്രി തന്നെ കാണാൻ വരുന്ന കാമുകനെ ഒരു അപകടാവസ്ഥയിൽ ഉപേക്ഷിച്ച് പോകേണ്ട ഒരവസ്ഥ കാമുകിക്ക് വന്നു ചേരുന്നു. പക്ഷേ ആ കാമുകിയുടെ അന്നേരത്തെ ഇമോഷൻസ് ആ രീതിയിൽ ചിത്രീകരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പോലീസ് ഓഫീസറായ നവ്യ നായർ അവസാനം ഒരു സാക്ഷിയെ വിസ്തരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവൻ്റെ ഒരു മാനറിസം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തിരക്കഥയ്ക്ക് കഴിയാതെ പോയി. അതുപോലെ തന്നെ ദൃശ്യ വിരുന്നാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മളുടെ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം നീണ്ട കഥ പറഞ്ഞു പോകുന്നുണ്ട്. അത് ദൃശ്യങ്ങളിലൂടെ ചിത്രീകരിച്ചിരുന്നെങ്കിൽ മികച്ച ഒരു ദൃശ്യാനുഭവം സിനിമയ്ക്ക് നൽകുമായിരുന്നു. എങ്കിൽ തന്നെ നല്ലൊരു ചിത്രം തന്നെയാണ് പാതിരാത്രി. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, നമുക്ക് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് റൗണ്ട് അതല്ലെങ്കിൽ തുടരും സിനിമയുടെയൊക്കെ ഒരു പ്രതിച്ഛായ ഇതിൽ കാണാൻ സാധിക്കും. എങ്കിലും പോലീസിൻ്റെ പവർ ദുരുപയോഗം ചെയ്യുന്ന പോലീസ് ഓഫീസർമാരെ കുറിച്ചും ഒക്കെയുള്ള ഒരു ചിത്രം തന്നെയാണ് പാതിരാത്രി. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നന്ദി, നമസ്കാരം.